കഴിഞ്ഞ ബുധനാഴ്ച അഞ്ചുകുട്ടിക്ക് ഓഫീസിൽ പോകണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് തിരുനെല്ലി ക്ഷേത്രത്തിൽ പോവുകയാണ്. വീട്ടിൽ തൊട്ട് മഴയായിരുന്നു. ഇഷ്ടംപോലെ മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ 2-3 കുരങ്ങന്മാരെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. അമ്പലത്തിനടുത്തേക്ക് എത്തിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അമ്പലത്തിൻ്റെ പിൻവശത്തുള്ള വലിയ മലനിരകളൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല. ഫുള്ള് കോട കയറി കിടക്കുവാണ്. അവിടെ അങ്ങനെ ഒരു മല ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് താഴെ അന്നദാന ഹാളിൽ പോയി നല്ല ചൂട് ചുക്ക് കാപ്പിയും ഗോതമ്പ് ഉപ്മാവും ഒക്കെ കഴിച്ച് തിരിച്ച് പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ മലകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏട്ടനോട് ഒന്നും കൂടി മുകളിൽ പോയി വീഡിയോ എടുത്തിട്ട് വരട്ടെ എന്ന് ചോദിച്ച് തിരിച്ച് വന്നതാട്ടോ. എന്ത് ഭംഗിയാണെന്നുണ്ടോ ആ കോടമഞ്ഞൊക്കെ കാണാനായിട്ട്. ഏട്ടൻ കുറേ നേരമായി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചു പോകാം. പോകുന്ന വഴി നമുക്ക് തേനൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ വനവിഭവ വിപണന കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടേ. തോട്, നിറയെ കാലികൾ മേയുമീ കാനനത്തിൽ കാലൊച്ച കേൾക്കുവാനായി. എപ്പോഴും വിചാരിക്കും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന്. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഒച്ചത്തെ പാട്ട് പാടിയ പിള്ളേരൊക്കെ ചിലപ്പോൾ പള്ളിക്കൂടത്തിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് വരും. ആ നിൽക്കുന്ന കന്നാലികളൊക്കെ ചിലപ്പോൾ കയറ് പൊട്ടിക്കും. അതുകൊണ്ട് പാട്ടൊക്കെ നിർത്തി നമ്മളിങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ. മഞ്ഞക്കൊന്നയൊക്കെ പൂത്ത് നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തെറ്റ് റോഡ് എത്തിയിട്ടുണ്ട്. ഉണ്ണിയപ്പം വാങ്ങണം. ഇന്ന് നമ്മൾ തറവാട്ടിൽ നിന്നാണ് ചോറ് കഴിക്കുന്നത്. ഇലയിൽ വിളമ്പിയ അടിപൊളി കുത്തരി ചോറ്, സാമ്പാർ, മീൻകറി, പപ്പടം, നല്ല ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, മാങ്ങ അച്ചാർ, മുളക് ചമ്മന്തി, കോവയ്ക്ക തോരൻ, നല്ല അടിപൊളി മോര് കാച്ചിയത്. ഇഞ്ചിമുളക് ബിരിയാണിയാണ് കഴിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ അണ്ണാക്കുട്ടൻ ഒരു ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്. വാടാ, ഉണ്ണിയപ്പം കഴിച്ചോ? ഞാൻ ഇവിടെ ഇരിക്കാം, ബാ. ഉണ്ണിയപ്പം എടുത്തോണ്ട് പോയി. എല്ലാവർക്കും കൊടുക്കണേ, ഒറ്റയ്ക്ക് കഴിക്കല്ലേ.